തൂലിക. എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു. നിർവഹണം സ്വപ്ന രാജേഷ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി തൂലികയിൽ എത്തിയിരിക്കുന്നത് വയനാട് ചുണ്ടേൽ സ്വദേശിനിയും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് CDS അക്കൗണ്ടന്റുമായ എഴുത്തുകാരി ഷീന ഹരിയാണ്. 9 ആൽബങ്ങൾക്കായി ഗാനരചന നടത്തുകയും ഒരു ഷോർട്ട് ഫിലിമിനു വേണ്ടി ഗാനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. കവിതകളെ കൂടാതെ പ്രഭാതവന്ദനങ്ങൾ, ഗാനങ്ങൾ, ലേഖനങ്ങൾ എന്നിവ എഴുതിവരുന്നു. എഴുത്തിന് വിവേകാനന്ദ ശ്രീ നാഷണൽ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. മാഗസിനുകൾ മാതൃഭൂമി, കലാകൗമുദി, ഇതൾ തുടങ്ങി വിവിധ മാഗസിനുകളിലും ഓൺലൈൻ മാഗസിനുകളിലും കവിതകൾ അച്ചടിച്ചു വരുന്നു. മലയാള കാവ്യസാഹിതി സംസ്ഥാന സമിതി അംഗമായും കോഴിക്കോട് വയനാട് മേഖലാ ഭാരവാഹിയായും സാഹിതിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റായും വയനാടൻ കലാസംസ്കൃതിയുടെ അഡ്മിൻ പാനൽ അംഗമായും പ്രവർത്തിച്ചുവരുന്നു. എഴുന്നേറ്റു നടക്കുന്ന മരങ്ങൾ എന്ന ആദ്യ കവിതാ സമാഹാരത്തിന് ഈ വർഷത്തെ മലയാള കാവ്യസാഹിതി സർഗാരാമം പുരസ്കാരം ലഭിച്ചു. കൂടാതെ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. നമസ്കാരം, തൂലികയിലേക്ക് സ്വാഗതം. ആദ്യത്തെ കവിതാ സമാഹാരം എന്നത് എഴുന്നേറ്റു നടക്കുന്ന മരങ്ങൾ അല്ലേ? അതിനെപ്പറ്റി തന്നെ ആദ്യം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ 8ാം ക്ലാസ് മുതൽ എഴുതി തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയിൽ എവിടെയോ എഴുത്ത് നഷ്ടപ്പെട്ടു. പിന്നീട് വായന മാത്രമായി. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനിപ്പുറത്താണ് വീണ്ടും ഞാൻ എഴുതി തുടങ്ങിയത്. അന്ന് ഒരു തുടർച്ചയായ എഴുത്തുകാരി എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഒരു മാസത്തിൽ 1 or 2 അതല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊന്ന് ആ രീതിയിൽ എഴുതിയ കുറച്ച് കവിതകൾ ക്രോഡീകരിച്ചുകൊണ്ട് സമാഹരിച്ചുകൊണ്ട് 27 കവിതകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സമാഹാരം പുറത്തിറക്കിയിട്ടുള്ളത്. 2022 പുറത്തിറങ്ങുന്നത്. മാർച്ച് മാസം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട MLA ആണ് അതിന്റെ ഉദ്ഘാടനം. സാഹിത്യത്തിന്റെ മുടിചൂടാമനനായിട്ടുള്ള കൽപ്പറ്റ നാരായണ മാഷാണ് പ്രകാശനം ചെയ്തത്. ഓ, അത് ശരി. അതിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചത് മലയാള കാവ്യസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ കാവാലം അനിൽ സാറാണ്. അങ്ങനെ ഒരു സന്തോഷ നിമിഷമായിരുന്നു ആദ്യത്തെ സമാഹാരം, കവിതാ സമാഹാരം എന്നത്. 27 കവിതകൾ ഉൾക്കൊള്ളുന്ന സമാഹാരം അല്ലേ? അതെ. ഇതിൽ ഏകദേശം നമ്മൾ 500 ബുക്കായിരുന്നു നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ മൊത്തം തന്നെ നമുക്ക് ചിലവഴിക്കാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു സന്തോഷമാണ്. പിന്നെ രണ്ടാമത് എൻ്റെ 2nd എഡിഷന് വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. ഇപ്പോഴും സ്വീകാര്യതയുണ്ട് വായനക്കാരുടെ ഇടയിൽ. തീർച്ചയായിട്ടും. അതിൽ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് നിറമഞ്ഞ പൂക്കുമ്പോൾ എന്ന് പറയുന്നൊരു കവിതയാണ്. നിറമഞ്ഞ പൂക്കുമ്പോൾ, പിന്നെ വേരുറയ്ക്കാത്ത കവചങ്ങൾ, നൈവേദ്യം, മഴത്തുള്ളിയുടെ സ്വപ്നം, പുത്തുമല. ആ ഒരു കവിത എനിക്ക് എപ്പോഴും ഹൃദയസ്പർശിയാണ്. കാരണം മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സെക്ഷൻ അക്കൗണ്ടന്റായിട്ടാണ് ഞാൻ ജോലി ചെയ്ത് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 2018 എനിക്ക് തോന്നുന്നു മഹാപ്രളയം ഉണ്ടായിരുന്ന സമയത്ത് ഓഗസ്റ്റ് 8ാം തീയതി പുത്തുമല ദുരന്തം നടന്നത് ഓർമ്മയുണ്ടാവും. അതിൽ ഞങ്ങളുടെ സ്കൂളുകളിൽ അവർക്ക് അഭയം കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു തീരാ നൊമ്പരായിട്ട് ഉള്ളിലുണ്ട്. അത് എഴുതി തീർത്തതാണ് പുത്തുമല എന്ന കവിതയിലൂടെ. ഈ കവിതാ സമാഹാരത്തിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉൾപ്പെടുന്ന 27 കവിതകളാണ്. അതിൽ ഏറ്റവും അവസാനത്തെ കവിത എഴുന്നേറ്റ് നടക്കുന്ന മരങ്ങൾ എന്ന കവിതയാണ് ഏറ്റവും അവസാനമായിട്ട് എഴുതിയിട്ടുള്ളത്. ഏറ്റവും അവസാനം ഇതിൽ ഉൾപ്പെടുത്തിയത് അത് തന്നെയാണ് സമാഹാരത്തിന് പേരും. അത് ഞാൻ ചോദിക്കാൻ വന്നത്. അത് അങ്ങനെ ഇടാൻ എന്തെങ്കിലും പ്രത്യേക കാരണം അങ്ങനെയുണ്ടോ? എപ്പോഴും എനിക്ക് തോന്നുന്നു സ്ത്രീകൾ എഴുതി തുടങ്ങുമ്പോൾ പെൺശബ്ദങ്ങളായിട്ട് അത് മാറാറുണ്ട്, അല്ലെങ്കിൽ പെണ്ണെഴുത്തുകളായിട്ട് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. അതേപോലെ എഴുന്നേറ്റ് നടക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീ പ്രതീകം തന്നെയാണ്. നമ്മൾ പിന്തള്ളപ്പെടുന്ന എങ്ങനെ നമ്മൾ സംവരണമുണ്ട്, അതല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ വ്യാഖ്യാനിച്ച് പറയുകയാണെങ്കിലും അവൾക്കൊരു പിൻവലിയലുണ്ട്. അവളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എല്ലാം അവൾക്ക് അവളായിട്ട് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യണം. അപ്പം അങ്ങനെ തരണം ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഞാനും. എൻ്റെ
എഴുത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിനെയോ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കാര്യങ്ങളെയോ എൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ജോലിയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ ഒന്നും ഞാൻ ഒഴിഞ്ഞു മാറാതെ അതിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്ന സമയം എഴുത്തിന് മാറ്റിവെച്ചുകൊണ്ട് എഴുതിയൊരു വ്യക്തിയാണ്. അപ്പം അതുതന്നെയാണ്, ഞാൻ തന്നെയാണ് ഇതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത്, എഴുന്നേറ്റ് നടക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഇത് മലയാള കാവ്യസാഹിത്യ ഒരു പ്രാവശ്യം എഴുത്ത് മത്സരത്തിന് നിർദ്ദേശിച്ചൊരു പേരായിരുന്നു. സാധാരണ ഞാനൊരു മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വ്യക്തിയല്ല, എഴുത്ത് മത്സരങ്ങളിൽ ഞാൻ പങ്കെടുക്കാറില്ല. അതിന് എനിക്ക് എൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം മത്സരിച്ച് നേടേണ്ടതല്ല സമ്മാനങ്ങൾ, അതല്ലെങ്കിൽ എഴുത്തിൻ്റെ സമ്മാനങ്ങൾ. ബാക്കി എന്തോ ആവട്ടെ, എൻ്റെ കവിത ഒരു മത്സരത്തിന് വെച്ചുകൊണ്ട് അതിൽ മാർക്കിട്ട് അങ്ങനെയല്ല അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും എഴുത്ത് മത്സരങ്ങളിൽ പങ്കെടുക്കാറില്ല. പക്ഷേ ആ ഒരു തലക്കെട്ട് ഇഷ്ടമായതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ എഴുതി. ആ ഒരു സമാഹാരം, ഈ ഒരു സമാഹാരത്തിൽ ആ ഒരു കവിതയും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സമാഹാരത്തിന് ആ ഒരു പേര് കൊടുക്കാനും കാരണം. സ്ത്രീ പ്രതീകമാണ്. എഴുന്നേറ്റ് നടക്കുന്ന മരങ്ങൾ എന്ന് പറയുമ്പോൾ മരം എന്ന് പറയുന്നത് സർവ്വതിനും തണലായി നിൽക്കുന്നതാണ്, അല്ലേ? ഭൂമിയുടെ താളം തന്നെ മരങ്ങളാണെന്ന് പറയാം ഒരു കണക്കിന്. ആ മരം എന്ന് പറയുന്ന ആ പ്രതീകത്തിലൂടെ സ്ത്രീയുടെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓ, നന്നായിരിക്കുന്നു. ജോലി ഉണ്ടെന്ന് പറഞ്ഞു. എപ്പോഴും ജോലിയും ഈ എഴുത്തും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? കാരണം കുടുംബശ്രീ അക്കൗണ്ടന്റ് ആയിട്ടാണല്ലോ, അപ്പം നല്ല തിരക്കുള്ള തീർച്ചയായിട്ടും വർക്കാണ്. അതെ, 500ഓളം അയൽക്കൂട്ടങ്ങളുണ്ട്. വലിയ പഞ്ചായത്താണ്. കൽപ്പറ്റ ബ്ലോക്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയൊരു പഞ്ചായത്താണ് മേപ്പാടി. പക്ഷേ എൻ്റെ എഴുത്തും എൻ്റെ ജോലിയും തമ്മിൽ ഞാൻ ഒരിക്കലും ബന്ധപ്പെടുത്താറില്ല. 10 മുതൽ കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത് മിഷൻ വർക്കാണ്. അപ്പോഴും നമുക്കവിടെ സമയബന്ധിതമായ ജോലിയല്ല അവിടെയുള്ളത്. നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സന്നദ്ധരായിട്ടിരിക്കണം എന്നുള്ളതാണ് മിഷൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് 10 മുതൽ 5 വരെയുള്ള ഒരു ജോലിയല്ല. എപ്പോഴും നമ്മൾ ആ ജോലിയായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഏത് നിമിഷവും ഉത്തരങ്ങൾ കൊടുക്കേണ്ട അവസ്ഥകൾ വരാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ എപ്പോഴും എൻ്റെ എഴുത്തിന് വേണ്ടിയിട്ട് ഞാൻ സമയം മാറ്റിവെക്കാറില്ല എന്ന് തന്നെ പറയാം. എഴുത്തിന് വേണ്ടിയിട്ട് ഇത്ര സമയം ഞാൻ മാറ്റിവെക്കുന്നു എന്ന് എനിക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഞാൻ അലക്കുന്ന സമയത്ത്, ഞാൻ ദോശ ചുടുമ്പോൾ, ഞാൻ ഇഡ്ഡലിക്ക് മാവരയ്ക്കുമ്പോൾ, അലക്കുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, അടിച്ചു വരുമ്പോൾ, അങ്ങനെയൊക്കെ വരുന്ന വരികൾ ഉള്ളിൽ തന്നെ പല ആവർത്തി ഉരുക്കഴിച്ചിട്ട് പെട്ടെന്ന് അത് മൊബൈലിലേക്ക് ടൈപ്പ് ചെയ്ത് വെക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. അതല്ലാതെ ഒരു പേപ്പറും പേനയും കൊണ്ട് നടന്നിട്ട് അതിനായിട്ട് സമയം കണ്ടെത്തിയിട്ട് ഒരു എഴുത്ത് എനിക്ക് സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളോ എൻ്റെ വീട്ടുകാരോ ഹസ്ബൻഡോ ഭർത്താവോ ഒന്നും അറിയാറില്ല ഞാൻ എപ്പോഴാണ് എഴുതുന്നത് എന്നവർക്ക് അറിയാറില്ല. അത് വാട്സാപ്പിലൂടെ അവർക്ക് എത്തുന്ന സമയത്തെ അവരറിയാറുള്ളൂ ഇങ്ങനെയൊന്ന് എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. അത് ശരി. ശരിക്കും മറ്റൊരു എഴുത്ത് ശൈലി തന്നെയാണ് കേട്ടോ. കാരണം ഓരോരുത്തരും പറയാറുണ്ടല്ലോ, എഴുതുമ്പോൾ ഒന്നില്ലെങ്കിൽ കറക്റ്റ് ആദ്യം കുറച്ച് എഴുതി അവിടെ വെക്കണം, എന്നിട്ട് പിന്നീട് സമയം കിട്ടുമ്പോൾ അത് നോക്കിയിട്ടാണ് ബാക്കി വരികൾ പൂർത്തിയാക്കുക എന്ന് പറയാറുണ്ട്. പിന്നെ 2-3 പ്രാവശ്യം എഴുതി മാറ്റിയിട്ടൊക്കെയാണ് ക്ലിയർ ആക്കി എടുക്കുക എന്ന് പറയാറുണ്ട്. അതിന് പകരം മനസ്സിൽ തന്നെ ആ വരികൾ വെച്ച് പിന്നീട് അത് മൊബൈലിലേക്ക് പകർത്തി കവിതകളാക്കും. അതെ, അത് ചിലപ്പോഴും 4 വരി രാവിലെ ഇന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അത് മനസ്സിലങ്ങനെ വെച്ച് പല ആവർത്തി ആ മനസ്സിൽ തന്നെയാണ് എഡിറ്റിംഗ് നടക്കുന്നത്. അതല്ലാണ്ട് ഒരു പുസ്തകത്തിലേക്ക് ഒരു നോട്ടിലേക്ക് എഴുതിയിട്ട് ഒരു എഡിറ്റിംഗ് നടത്താറില്ല. ഞാൻ മനസ്സിൽ തന്നെ എഡിറ്റിംഗ് നടത്തിയിട്ട് പിന്നെ ചിലപ്പോഴേ ഒരാഴ്ചത്തേക്ക് എനിക്ക് അതിന്റെ ചിന്ത പോലും ഉണ്ടാവില്ല, ഞാൻ അവിടെ ഇടും. പക്ഷെ ആ 4 വരികൾ ഇങ്ങനെ ഉള്ളിലുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞിട്ടാണ് ബാക്കി ഞാൻ ചിലപ്പോൾ അതിന് സ്വാഭാവികമായ പിറവി എന്ന് പറയാം. അതിനായിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ എഴുത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും സമയം കണ്ടെത്താറില്ല. അതിനെനിക്ക് സമയം ചെലവഴിക്കാറില്ല ഞാൻ അതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാവുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ്, അല്ലാതെ കുട്ടികള്, കുടുംബം, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ കൂടിയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളുണ്ടാവും, കുടുംബത്തിൻ്റെ കാര്യങ്ങളുണ്ടാവും. അപ്പം അതെല്ലാം മാറ്റിവെക്കുമ്പോൾ നമുക്കായിട്ട് ചിലപ്പോൾ സമയം മാറ്റിവെക്കാൻ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം, എഴുത്തെന്ന് പറയുന്നത് നമുക്കൊരു വരദാനം പോലെ, ഈശ്വരാനുഗ്രഹം പോലെ കിട്ടിയൊരു സാധനമാണ്, അല്ലേ? അതെ. ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളോ ഭർത്താവിൻ്റെ കാര്യങ്ങളോ കുട്ടികളുടെ കാര്യങ്ങളോ ഓഫീസിലെ കാര്യങ്ങളോ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ എഴുത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നിമിഷം അവർ ശപിക്കപ്പെട്ടേക്കാം ആ എഴുത്തിനെ.
സ്വാഭാവികമായിട്ടും പറയും ഇവൾ ഏത് നേരവും പുസ്തകവും പേനയും കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് അനുഗ്രഹമായിട്ട് കിട്ടിയൊരു സാധനത്തിനെ ശപിക്കാൻ ഞാൻ തന്നെ ഇട കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതെ, അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് എപ്പോഴും. തീർച്ചയായിട്ടും അവരുടെ ഒരു കാര്യങ്ങൾക്കും എൻ്റെ എഴുത്തൊരു തടസ്സമാവരുത് എന്ന് എനിക്ക് നിർബന്ധ ബുദ്ധിയിട്ട്. അതുകൊണ്ട് ഒരു സമയം കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് ഒരു സമയം കഴിഞ്ഞാൽ ഞാൻ മൊബൈലോ വാട്സാപ്പോ ഉപയോഗിക്കാറില്ല. പൂർണ്ണ സമയം അത് അവർക്കുള്ള സമയമാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞ് മക്കള് ഉറങ്ങി അല്ലെങ്കിൽ എല്ലാം സ്വസ്ഥായതിനു ശേഷം മാത്രമേ ചിലപ്പോൾ ഞാൻ എൻ്റെ എഴുത്തിലേക്ക് എന്നല്ല ആരെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒരുപാട് വാട്സാപ്പ് കൂട്ടായ്മയിലൊക്കെ നമ്മൾ അങ്ങായിരിക്കും. അതെ. അപ്പം അതിലേതെങ്കിലും കവിത വന്നാൽ നമുക്ക് വായിക്കണമെങ്കിലോ ഇനി അതല്ല നമ്മുടെ കവിതകൾക്ക് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് വിലയിരുത്താനൊക്കെ ഞാൻ സമയം കണ്ടെത്താറ് അതിനുശേഷമാണ്. ഇതൊന്നും അതിനെ ബാധിക്കുന്നതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം നമ്മൾക്കറിയാം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും നല്ല കുടുംബിനിയായ ഒരു വ്യക്തിക്ക് സമൂഹത്തിന് കേട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മളുടെ മക്കളാണ് ഏറ്റവും പ്രധാനം അല്ലേ. അവരെ നമുക്ക് നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ ഞാൻ ഇന്ന രീതിയിലാണ് വളരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന രീതിയിലാണ് എൻ്റെ കാഴ്ചപ്പാട് ഇന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് മക്കൾ കണ്ട് മനസ്സിലാക്കുന്നത് എൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. തീർച്ചയായിട്ടും. അതെ. നമ്മൾ ഏതു നേരവും മൊബൈലിൽ നോക്കിയിരിക്കുക, അങ്ങനെയാവുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് എന്ത് സന്ദേശം കൊടുക്കാൻ സാധിക്കും? അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വളരെ നല്ല കാര്യം. അതുപോലെ കവിതകൾ ഒരു 1-2 ശ്രോതാക്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്താമോ, ഒന്ന് ചൊല്ലാമോ? തീർച്ചയായിട്ടും. ഓക്കെ. പാട്ടുകാരിയല്ല, പക്ഷെ എന്താ പറയാ, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് 4 വരി മൂളാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പുത്തുമല എന്ന കവിത. പുത്തുമല അത് ഒരു എന്താ പറയണ്ടേ, ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വയനാടിൻ്റെ തന്നെ വലിയ തീരാ ദുഃഖമായിട്ട് മാറിയ ഒരനുഭവമാണ് പുത്തുമല ദുരന്തം എന്ന് പറയുന്നത്. അപ്പം അതിലൊരു 4 വരി അതൊരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വരികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ 1ാം വാർഷികത്തിന്, ദുരന്തം നടന്ന 1ാം വാർഷികത്തിന് ഈ കവിത വെച്ചിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വരികൾ ചൊല്ലാം. പച്ചപ്പുതപ്പിട്ട പുത്തുമലയ്ക്കൊരു മുത്തുക്കുട പോലെ മാമലകൾ, മുത്തമിട്ടോടുന്ന കാറ്റുമീ നാടിൻ്റെ പച്ചപ്പു കണ്ടു കൊതിച്ചു നിൽക്കും. തങ്കക്കതിരവൻ ചന്ദനച്ചാറുമായി ചുംബനപ്പൊട്ടിട്ടു തൊട്ടുണത്തും തഞ്ചത്തിലാടുന്ന തേയിലത്തൂമ്പുകൾ തൂമഞ്ഞു തുള്ളിയെ തൊട്ടിലാട്ടും. ഭാങ്കൊലി മെല്ലയാ ശ്രീലകത്തമ്മയെ മുട്ടി വിളിച്ചങ്ങൊരുക്കുമെന്നും ജനതയൊന്നുപോൽ വാണൊരീ നാടിനെ ജടയഴിച്ചു മുടിച്ചതെന്തിങ്ങനെ. ചിതറിത്തെറിച്ചു പോയി ജീവന്റെ കണ്ണികൾ, ചുടലപ്പറമ്പു പോലിന്നാടമന്നുപോയി. പിടയുന്ന ജീവനാ ചുഴിയിലാണ്ടമരവേ, ചിറകറ്റ ഞങ്ങൾക്കു കണ്ണീരു മാത്രമായി. അത് ശരിക്കും ആ ഒരു സംഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പുത്തുമലയുടെ ആ ഒരു ഭൂമിശാസ്ത്രത്തിലേക്കും അതുപോലെ അവിടുത്തെ ആ ജീവിതങ്ങളിലേക്കും ഒരു മാത്ര കൊണ്ടുപോയി. എന്തായാലും അതിനോടൊപ്പം ഒന്ന് ചേർത്ത് ചോദിക്കട്ടെ, ഇപ്പൊ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? പുത്തുമല സ്വാഭാവികതയിലേക്ക് വന്നുവോ? അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം അവിടെ വസിച്ചിരുന്ന ആളുകൾ മൊത്തം മറ്റു പല സ്ഥലങ്ങളിലും ഗവൺമെന്റ് സ്ഥലം കൊടുത്തിട്ടും അങ്ങനെയൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അവിടെ ജനസംഖ്യ ഒരുപാട് കുറഞ്ഞു. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. എന്തായാലും കവിതകൾ ഈണത്തിൽ ചൊല്ലുന്നുണ്ട്, നല്ല ശബ്ദമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കവിത കൂടി, ഏറെ പ്രിയപ്പെട്ട ഒരു കവിത കൂടി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി. ആദ്യ കവിത നിറമഞ്ഞ പൂക്കുമ്പോൾ, അതിലെ കുറച്ച് വരികൾ. നിഴലു വീഴാത്ത വടക്കുമൂലയിൽ അഴിഞ്ഞ കൂന്തലിൻ മറവിലായി നനഞ്ഞ ജീവിതത്താളിലെഴുതിയ ഹൃദയദീപമായി നിൻമുഖം. കുതറിയോടുന്ന സമയമേഘങ്ങൾ ഇരുണ്ടു പെയ്തൊരു സന്ധ്യയിൽ കവനദാഹത്തിൻ ചുഴിയിലന്യരായി സരണിരണ്ടായകന്നു നാം. അനുവിധാനത്തിനുടലു മാത്രമായി അകലയപരന്നദീനയായി
അഴലു തിന്നു നിന്നുയിരു നീറ്റുവാൻ അരണിയോടയ വാക്കുകൾ. മേടരാവിലനാദപത്തിൻ്റെ വേലിയിൽ പൂത്ത മഞ്ഞയിൽ വേറിടാവിഷുക്കാലമെന്ന പോൽ വാഴുകയാണു നീയോന്മയിൽ. ഇങ്ങനെ പോകുന്നു അല്ലേ വരികള്? അങ്ങനെ പോകുന്നു. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് എഴുത്തുകാരി ഷീന ഹരിയുമായുള്ള സംസാരമാണ്. അവരുടെ ജീവിതാനുഭവങ്ങളും എഴുത്തുവിശേഷങ്ങളും ഈ അധ്യായത്തിൽ കഴിയുന്നില്ല. അടുത്ത അധ്യായത്തിലും നമുക്കത് തുടർന്ന് കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, സ്നേഹം. നിർവഹണം സ്വപ്ന രാജേഷ്. തൂലിക. എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു.